ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. കാരണം ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അതായത് ഒരാള് മഹാധൈര്യം കാണിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ ഓർത്തോളണം, അപ്പൊ തന്നെ നീ ഇതിനെ തുടർന്ന് സഹിക്കേണ്ട കാര്യം ചെറുതല്ല. ഇതിനെ തുടർന്ന് സഹിക്കേണ്ട കാര്യം, കാരണം ഒരു കാര്യത്തിന് മഹാധൈര്യം കാണിച്ചാൽ ആ ധൈര്യം നിലനിൽക്കുമോ എന്നറിയാൻ പരീക്ഷ ഉണ്ടാവും. ഒരാള് ഒരു വലിയൊരു സംഖ്യ വിശ്വാസത്തിൻ്റെക്ക് വന്നപ്പോൾ, ആദ്യത്തെ സ്നേഹത്തിൽ വലിയൊരു സംഖ്യ വ്യവഹാരം വന്നു കഴിഞ്ഞപ്പോൾ വിട്ടുകൊടുത്തു. എനിക്ക് വിഷയമല്ല, എനിക്ക് എൻ്റെ കർത്താവ് മതി, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തിയല്ലോ, അത് മതി, എനിക്ക് വേറൊന്നും വേണ്ട എന്നുള്ള ആ മാനസികാവസ്ഥയിൽ അവനോട് ക്ഷമിച്ച് വിട്ടുകളഞ്ഞൊന്നും വേണ്ട, എനിക്ക് വ്യവഹാരം ഒന്നും വേണ്ട, എനിക്ക് ആ പൈസയും വേണ്ട, എനിക്ക് ആ കാശും വേണ്ട, ആ ദ്രവ്യം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ കർത്താവ് മതി. എന്നാൽ ചില ആളുകൾ കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നം തീരുന്നില്ല, കാര്യങ്ങൾ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിന് ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടും എന്നെ കർത്താവിന് വേണ്ടാത്തതുപോലെയാ. കാരണം എനിക്ക് വേണ്ടതെല്ലാം വേണ്ടാന്ന് വെച്ച്, എന്നിട്ട് ഇന്നും എന്നെ പീഡിപ്പിക്കാനും എന്നെ ഉപദ്രവിക്കാനും ഇഷ്ടം പോലെ ആളാണ്. ഒടുവിൽ അന്ന് അത് വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു. കേൾക്കേണ്ട കാര്യമാണ്. എല്ലാം വിട്ട് ഇറങ്ങിയവൻ, കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിയവൻ, ഒടുവിൽ ഇന്നേക്ക് ഏകദേശം ഒരു 25-28 വർഷം മുമ്പ് 1500 രൂപ തനിക്കൊരാൾ തരാനുണ്ടായിരുന്നിട്ട് അതിന് കേസിന് പോയി. വിശ്വാസി തനിക്ക് ഭവനത്തിന്റെ ഷെയറും തനിക്ക് കിട്ടാനുള്ളത് എല്ലാം വിട്ട് ഭവനത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണെന്ന് ഓർക്കണം. പിന്നീട് തുടർച്ചയായിട്ട് അവനുണ്ടായ പ്രയാസം ഒരു സമയം വന്നപ്പോഴേക്കും ഒരു കാര്യത്തിന് വേണ്ടി, നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ വ്യവഹാരത്തിന് പോയി, ലോകപ്രകാരമുള്ള വ്യവഹാരത്തിന്. ഞാൻ പറഞ്ഞു വന്നത്, മഹാധൈര്യം കാണിക്കാൻ പെട്ടെന്ന് മനുഷ്യന് സാധിക്കും, പക്ഷേ അത് ഉറയ്ക്കുന്നത് സഹിഷ്ണുതയിൽ കൂടിയാണ്. അത് ആ വാക്യം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കർത്താവ് ആ വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അവിടെ നമുക്ക് വളരെ ചിന്തിക്കത്തക്കതായ പല വിഷയങ്ങളുമുണ്ട്. കാരണം മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എന്താ മഹാപ്രതിഫലം? സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉത്തമ സമ്പത്തുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചവരാണ് നിങ്ങൾ. അവർക്ക് ഉണ്ടായിരുന്നത് മുഴുവനും പോയി, സമ്പത്ത് മുഴുവൻ പോയപ്പോൾ അവരെന്താ പറഞ്ഞെന്നറിയോ? എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണ്. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവ് സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന സമ്പത്ത് എത്ര വലുതാണെന്നറിയാവോ? പൊയ്ക്കോട്ടെ, എല്ലാം പൊയ്ക്കോട്ടെ. അങ്ങനെ ഒരു സമ്പത്തും ഇല്ലാതായി തീർന്നവരാ അവര്. പക്ഷെ പ്രശ്നം തീർന്നില്ല. ഇനി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ടേ? സമ്മതിക്കില്ല. വീണ്ടും പ്രശ്നങ്ങളാ. ഒരാൾക്ക് അയാളുടെ സമ്പത്ത് മുഴുവനും വന്നപ്പോൾ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ വേറൊരാള്, ഇത് ഒരു ഉപദേശിക്കുന്ന ആളാ, അതായത് വചനം ഉപദേശിക്കുന്ന ഒരാളാ, ഞാൻ ഉദാഹരണം പറയുന്നത് കൂട്ടിയാൽ മതി. ആ ആള് അത് കവർന്നെടുത്തോണ്ട് പോയി. ഈ വിശ്വാസി, ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ഈ വിശ്വാസിയുടെ പണം മുഴുവനും കവർന്നെടുത്ത്.
പൊയ്ക്കോട്ടെ, പൊയ്ക്കോട്ടെ, കർത്താവിനെ കിട്ടിയല്ലോ, സ്വർഗത്തിൽ ഉത്തമമായ സമ്പത്തുണ്ടല്ലോ. അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈ കവർന്നെടുത്ത ആള് ഉപദേശിക്കുന്നത്, സഹോദര, വിവേകത്തോടു കൂടി ജീവിക്കണം, നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിത്തീരരുത്. ആരാ ഉപദേശിക്കുന്ന? ആരാന്നറിയാം? കട്ടോണ്ട് തന്നെ കവർന്നിട്ട് തന്നെ കൊള്ള ചെയ്ത് കൊണ്ടുപോയി മുഴുവനും തന്നെ ഉപദ്രവിച്ച ആ ആള് തന്നെ ഉപദേശിക്കുക. പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ ഈ സമയത്ത്. കാരണം കെട്ടിട്ട് കള്ളൻ മുമ്പോട്ടുനിന്ന് നമ്മള് ജാതികളിൽ പഠിക്കുന്നത് പോലെ ഉപദേശിക്കുക. ചിലർ കൺട്രോൾ വിട്ടു പോകും, നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത്, ആദ്യമത്തെ ഇതെല്ലാം പൊയ്ക്കോട്ടെ എന്ന് ധൈര്യത്തോടുകൂടി സഹിച്ചല്ലോ, എല്ലാം പൊയ്ക്കോട്ടെ എന്ന് സഹിച്ചല്ലോ. പക്ഷെ അതിന്റെ പുറകെ കൊണ്ട് എഴുതിയിരിക്കണം, വായിക്കണം. വാഗ്ദത്തം അതിന്റെ പിന്നാലെ ഉണ്ട്. നീ മഹാപ്രതിഫലം, മഹാധൈര്യം കാണിച്ചതിന്റെ, നീ ധൈര്യം കാണിച്ചതിന് ഒരു ഭയങ്കര പ്രതിഫലം ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് ഇതും കൂടെ ഫില്ല് ചെയ്യണം. ഏത്? സഹിഷ്ണുതയും കൂടി തെളിയിച്ചാലേ ഇത് കിട്ടുള്ളൂ. അനേകർക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഏതെങ്കിലും ഒരു വന്നു കഴിയുമ്പോൾ തീഷ്ണതയോടുകൂടി ഏതെങ്കിലും ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ വന്നതിന് ശേഷം കർത്താവിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് മുതലായിട്ടുള്ള എന്തും ജീവൻ വയ്ക്കും, കഴുത്ത് വെച്ചു കൊടുക്കും, ജീവൻ എനിക്ക് ഒന്നുമില്ല, ഇതൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഒരു ധൈര്യം കാണിക്കും. പിന്നത്തേതിൽ വരുമ്പോൾ അനേക ജീവിതങ്ങൾ അങ്ങനെയല്ല. അനുഭവമാണ്. അനേക ജീവിതങ്ങൾ അങ്ങനെയല്ല. ഈ ധൈര്യം കാണിച്ചെങ്കിൽ ഓർത്തുകൊള്ളണം, ഇതിനേക്കാൾ വലുതാണ് ഇനി കാണിക്കേണ്ട സഹിഷ്ണുത. ഈ ധൈര്യം അതിൻ്റെ ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കാണിച്ചതിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. ഉള്ള സമ്പത്ത് മുഴുവൻ വിറ്റുപോയി, പെരയും വിറ്റുപോയി, കയറി കിടക്കാൻ ഇടവില്ല. അപ്പൊ പിന്നെ ഇനി ഇതിൽ കൂടുതൽ തന്നെ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. അത് ശരി. പക്ഷേ ഇതിനുള്ള പ്രതിഫലം വാഗ്ദത്തം അപ്പുറത്തുണ്ട്. അവിടെ എത്തണമെങ്കിൽ ഇതും കൂടി സഹിക്കണം, സഹിഷ്ണുതയും കൂടി വേണം. അതും കൂടി വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ നമുക്കത് പ്രാപിക്കാം. അല്ലാതെ അത് പ്രാപിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അല്ലാതെ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് തീഷ്ണത കാണിക്കുന്ന ഏത് മനുഷ്യനെയും ആദ്യം പഠിപ്പിക്കേണ്ടതാ. സഹോദര, നല്ല കാര്യം. സഹോദരൻ എല്ലാം വിട്ടല്ലോ, സഹോദരൻ സ്വന്തം ജീവനെ കൂടി വിട്ട് പ്രവർത്തിച്ചല്ലോ, ഒരു കുഴപ്പമില്ല, തക്കതായ പ്രതിഫലം കർത്താവ് തരും, ഉറപ്പാണ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, അവൻ്റെ വചനത്തിന് മാറ്റമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഒരു കാലഘട്ടമുണ്ട്, സഹിഷ്ണുതയുടെ കാലഘട്ടം. അതും കൂടി തരണം ചെയ്താലേ കിട്ടൂ. ഇല്ലെങ്കിൽ ഈ ധൈര്യം കാണിച്ചത് മുഴുവൻ നാണക്കെടാവും. അതാണ് വചനം പറഞ്ഞത്, നമ്മൾ കേട്ടത്. മറന്നു പോകരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുത ആവശ്യം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇത് പ്രാപിപ്പാൻ. അത് പ്രാപിപ്പാൻ തക്കവണ്ണം തൻ്റെ ജനത്തെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. അതിലേക്ക് നമുക്ക് കീഴടങ്ങി കൊടുത്താൽ നിശ്ചയം ആ ധൈര്യത്തിനുള്ള പ്രതിഫലം കിട്ടും. ഇല്ല എങ്കിൽ ധൈര്യത്തിൽ പ്രവർത്തിച്ചത് മുഴുവനും വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് ശൗല് പ്രവർത്തിച്ചതുപോലെ ധൈര്യപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന തീക്ഷ്ണത കൊണ്ട് എല്ലാ വെളിച്ചപ്പാടന്മാരെയും ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും മുഴുവൻ കൊന്നുകളഞ്ഞു, അവരെ കുടുംബം ഇല്ലാതാക്കി. അവസാനം ആ കാണിച്ച ധൈര്യം ഒക്കെ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം താൻ എന്തിനെ നശിപ്പിച്ചുവോ അതിനെ അന്വേഷിച്ചു പോയി. ആ വെളിച്ചപ്പാടത്തി അന്വേഷിച്ചു പോയി, മരിക്കേണ്ടി വന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാം വിട്ടിറങ്ങിയ ഒരു സഹോദരൻ, കുടുംബവും തൻ്റെ എനിക്ക് കിട്ടേണ്ടുന്ന ഷെയറും എല്ലാം വിട്ട് ഇറങ്ങിയ ഒരു സഹോദരൻ അവസാനം 1500 രൂപയ്ക്ക് കേസ് പറഞ്ഞു എന്നുള്ളത് കേൾക്കാനിടയായി തീർന്നു. പ്രവർത്തിപ്പിക്കുന്നതാ. ദൈവം വാഗ്ദത്തം പ്രാപിക്കില്ല. ദൈവം തന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തിലാക്കി തന്നത്
എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ വചനങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങൾ ഈ തരത്തോളം നടത്തിയ ദൈവം ഇനിയും ഞങ്ങളെ നടത്തുവാൻ ശക്തനായി ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ഞങ്ങൾക്ക് ആവശ്യമാണ്. എത്ര ധൈര്യത്തോടുകൂടി ഞങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരിയാണ് സഹിഷ്ണുത. സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ ഞങ്ങൾ കർത്താവ് കാണിച്ച ധൈര്യത്തോടുകൂടി സഹിഷ്ണുത ഞങ്ങൾ കാണിക്കട്ടെ. ദൈവം സാക്ഷ്യം പറയട്ടെ. ഞങ്ങൾ ഭാഗ്യവാന്മാരായി തീരട്ടെ. ഞങ്ങൾ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കട്ടെ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കാത്തോണം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.